നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് എവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നിയമവിരുദ്ധ പ്രവൃത്തിക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. മുഖ്യമന്ത്രി ജനങ്ങളുടെ സൗരജീവിതത്തിന് വിഘാതമാകുന്ന ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലെന്നും നിയമവിരുദ്ധ പ്രവൃത്തികൾക്കെതിരെ നടപടികളെടുക്കുന്ന കാര്യത്തിൽ പോലീസ് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസിന്റെ കണ്ണൂരിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതും ആരംഭിക്കുന്നതുമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ ആകെ സ്ഥിതി പരിശോധിച്ച് എല്ലാ അർത്ഥത്തിലും ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ആ അന്തരീക്ഷം മലിനമാക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിന് രാഷ്ട്രീയത്തിന്റെ നിറം മാത്രമല്ല, പലപ്പോഴും മതത്തിന്റെ നിറം കൂടിയുണ്ട്. ഇനിയുള്ള നാളുകളിൽ ഇതിന്റെ തീവ്രത കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ അത്യന്ത ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഈ സമയം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളായി 13 പദ്ധതികളാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. 7 പദ്ധതികളുടെ ശിലാസ്ഥാനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂരിൽ 10.17 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്ക്, കംഫർട്ട് കോർട്ട്, ഇൻഡോർ കോർട്ട്, ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ഇൻഡോർ സ്പോർട്സ് സെന്റർ ഹാൾ, ഇടുക്കി ജില്ലയിലെ വാഗമൺ തങ്കമണി പോലീസ് സ്റ്റേഷൻ, ഇടുക്കി കൺട്രോൾ റൂം, ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ഇൻഡോർ സ്പോർട്സ് സെന്റർ കം ഹാൾ, എറണാകുളം ക്രൈംബ്രാഞ്ച് കോംപ്ലക്സ്, കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ, ബേക്കൽ സബ് ഡിവിഷൻ ഓഫീസ്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ചിറ്റൂർ പോലീസ് സ്റ്റേഷനുകൾ, എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിൽ കോസ്റ്റൽ പോലീസിന് വേണ്ടി നിർമ്മിച്ച ബോട്ട് ജെട്ടി എന്നിവ ഇതിൽ ഉൾപ്പെടും. 23.27 കോടി രൂപ ചെലവഴിച്ചാണ് ഇവ പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പോലീസ് സ്റ്റേഷൻ, കൊച്ചി, തിരുവനന്തപുരം സിറ്റി എന്നിവിടങ്ങളിലെ പോലീസ് ക്വാർട്ടേഴ്സുകൾ, പാലക്കാട്, കൊപ്പം, കോട്ടയം, ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനുകൾ എന്നിവയുടെ ശിലാസ്ഥാനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കുട്ടികളുടെ പുസ്തക ബാഗിന്റെ ഭാരം കുറയ്ക്കും വിദ്യാഭ്യാസ മന്ത്രി. സ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളുടെയും നോട്ട് ബുക്കുകളുടെയും ഭാരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ ബാഗുകളുടെ അമിതഭാരം സംബന്ധിച്ച ആശങ്കകൾ പരിഹാരം കാണാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും പഠനം ഒരു ഭാരമാകാതെ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയതായി തെളിയിക്കാമോ? കേന്ദ്ര വാദം പച്ചക്കള്ളമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്ന കേന്ദ്ര സർക്കാർ വാദം അടിസ്ഥാനരഹിതമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ 9 വർഷങ്ങളായി കേരളത്തിൽ ഒരു സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ലെന്നും കേന്ദ്രത്തിൻ്റേത് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ 1992 DPEP പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച മൾട്ടി ഗ്രേഡ് ലേണിംഗ് സെന്ററുകളായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം വന്നപ്പോൾ ഇവ സ്കൂളുകളായി തുടരാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സെന്ററുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കിയതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആകെ 60 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി 2028 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തലശ്ശേരി നിയോജകമണ്ഡലത്തിൽ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിൽ 1800 കോടി രൂപ കിഫ്ബി വഴിയാണ് ചെലവഴിക്കുന്നത്. തലശ്ശേരിയുടെ ചിരകാല അഭിലാഷമാണ് കൊടുവള്ളി മേൽപ്പാലത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്ന മേൽപ്പാലം എങ്ങനെ യാഥാർത്ഥ്യമാകും എന്നത് ഗൗരവമായി പരിശോധിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാകും വിധം പദ്ധതി പൂർത്തിയായത്, മുഖ്യമന്ത്രി പറഞ്ഞു. പ്രത്യേക സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃക ഉപയോഗിച്ചിട്ടാണ് റെയിൽവേ ഗേറ്റിന് മുകളിൽ 3.14 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 10.05 മീറ്റർ വീതിയാണ് ഈ പാലത്തിനുള്ളത്. പൈൽ ക്യാപ്പ് എന്നിവ കോൺക്രീറ്റും പിയർ ക്യാപ്പ്, ഗർഡർ എന്നിവ സ്റ്റീലും, ഡെക്സ് മാപ്പ് കോൺക്രീറ്റുമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് ഈ പദ്ധതി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. സ്പീക്കർ AM ഷംഷീർ വിശിഷ്ട അതിഥിയായി. ഉദ്ഘാടന ശേഷം മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും മന്ത്രി PM മുഹമ്മദ് റിയാസും തുറന്ന വാഹനത്തിൽ പാലത്തിലൂടെ സഞ്ചരിച്ചു. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ, കൗൺസിലർ TK സാഹിറ, RBDCK മാനേജിംഗ് ഡയറക്ടർ S സുഹാസ്, RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ C ദേവദാസൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CK രമേശൻ, സജീഷ് മറോളി, CP ഷൈജൻ, അഡ്വക്കേറ്റ് K ലത്തീഫ്, K സുരേശൻ, സന്തോഷ് P കിരിയാട്, BP മുസ്തഫ, K മനോജ്, VK ഗിരിജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാതല ഓണാഘോഷം സെപ്റ്റംബർ 2 മുതൽ 9 വരെ.
കണ്ണൂരിൻ്റെ പരമ്പരാഗത കലകൾക്ക് മുൻതൂക്കം നൽകി വൈവിധ്യങ്ങൾ കൊണ്ട് വർണ്ണപ്പൊലിമ കൊണ്ടും ജില്ലാതല ഓണാഘോഷ പരിപാടി വ്യത്യസ്തമാക്കുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആസ്ഥാനം സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി സംഘാടന സമിതി രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തിന്റെ ഭാഗമായി നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കായി പൂക്കള മത്സരം സംഘടിപ്പിക്കും. അതത് സ്ഥാപനങ്ങളിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. വിജയികളാകുന്ന ആദ്യ 3 സ്ഥാനക്കാർക്ക് 10,000, 7,500, 5,000 രൂപ വീതവും 5 പേർക്ക് പ്രോത്സാഹന സമ്മാനമായി നൽകും. കോളേജ് വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം, മെഹന്തി ഇടൽ മത്സരം എന്നിവ നടത്തും. ടൗൺ സ്ക്വയറിൽ പുൽത്തകടിക്ക് പുറകിലുള്ള മൈതാനം ഭാഗത്ത് പ്രത്യേക സ്റ്റേജ്, പന്തൽ, ഗ്രീൻ റൂം എന്നിവ നിർമ്മിച്ചാണ് കലാപരിപാടികൾ. ജില്ലാ കളക്ടർ അനൂഖി വിജയൻ ചെയർപേഴ്സണും അസിസ്റ്റന്റ് കളക്ടർ എക്തി മുഹസിൻ, ADM കലാഭാസ്കർ എന്നിവർ വൈസ് ചെയർപേഴ്സണുമായി സംഘാടന സമിതി രൂപീകരിച്ചു. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ് കുമാർ ജനറൽ കൺവീനറും DTP സെക്രട്ടറി PK സൂരജ് വർക്കിംഗ് കൺവീനറും അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ KC ശ്രീനിവാസൻ ജോയിന്റ് കൺവീനറുമാണ്. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ കളക്ടർ അനൂഖി വിജയൻ അധ്യക്ഷനായി. KV സുമേഷ് MLA, ADM കലാഭാസ്കർ, DTPC സെക്രട്ടറി PK സൂരജ്, അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ K ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. ആറളം ഫാമിൽ ഓപ്പറേഷൻ ഗജമുക്തി തുടരുന്നു. ആറളം ഫാമിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ ഗജമുക്തി തുടരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ DRDM പ്രദേശത്തിൽപ്പെട്ട ബ്ലോക്ക് 13 ഓടച്ചൽ ഭാഗത്ത് തമ്പടിച്ച ഒരു കൊമ്പനാനിയെ പുതിയ ഹാക്കിംഗ് ഫെൻസിംഗ് കടത്തി ഉരുപ്പക്കുന്ന് ഭാഗത്തേക്ക് വിട്ടു. 2ാം ബ്ലോക്ക് ഭാഗത്തുണ്ടായ മൊഴയാനയെ ഡ്രൈവിംഗ് ടീം ട്രാക്ക് ചെയ്യുകയും തുടർന്ന് പെപ്പർക്കുന്ന് സ്പിങ്കാറോസ് വഴി നിരപ്പന എത്തിച്ചെങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മൊഴിയാന പൊട്ടിയ മലഭാഗത്തേക്ക് തിരിഞ്ഞുപോയി. ദൗത്യം രാത്രിയിലും തുടരും. കണ്ണൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ ലാൽ, ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിൽ 35 ഫോറസ്റ്റ് ജീവനക്കാരും 10 ആറളം ഫാം ജീവനക്കാരും അടങ്ങുന്ന സംഘമാണ് ദൗത്യത്തിൽ ആദ്യ ദിനമായ തിങ്കളാഴ്ച 9 ആനകളെ ആറളം ഫാം പ്രദേശത്തു നിന്നും വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തിയിരുന്നു. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ തുടരും. പടിയൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച് പ്രതിരോധ നടപടികൾക്ക് ഉത്തരവ്. ആറളം ഫാമിൽ ആഗസ്റ്റ് 4-ന് കാട്ടുപന്നി മരണം റിപ്പോർട്ട് ചെയ്ത സംഭവത്തിലും ജില്ലയിലെ പടിയൂരിലെ ഒരു ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തതിലും ബന്ധപ്പെട്ട വകുപ്പുകൾ സംയുക്തമായി ആവശ്യമായ സുരക്ഷ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അരുൺ K വിജയൻ പറഞ്ഞു. ആഗസ്റ്റ് 12-ന് പടിയൂർ പഞ്ചായത്തിലെ വാർഡ് 12 കൂരൂരിലെ VP സുധാകരൻ എന്ന കർഷകന്റെ പന്നിഫാമിലുള്ള പന്നികളിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം തുടർന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ അടിയന്തര യോഗം ചേർന്നു. രോഗം സ്ഥിരീകരിച്ച പടിയൂർ പഞ്ചായത്ത് മേഖലയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജില്ലയിലെ പയ്യാവൂർ, കൂടാളി, ഉളിക്കൽ, ഇരിക്ക, പായം, മലപ്പട്ടം, കീഴല്ലൂർ, കുറ്റ്യാട്ടൂർ, മാലൂർ, ശിവപുരം, തില്ലങ്കേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും മട്ടന്നൂർ, ശ്രീകണ്ഠാരം, ഇരട്ടി മുനിസിപ്പാലിറ്റികളെയും നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്തി. ഈ പ്രദേശങ്ങളിൽ കർശന ജാഗ്രത പുലർത്തേണ്ടതാണ്. ജില്ലയിൽ പന്നികളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും മൃഗസംരക്ഷണ വകുപ്പിനെയും അറിയിച്ച് അവരുടെ നിർദ്ദേശാനുസരണം ജഡം മറവിയാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി. ചേക്കുപാലം RCBD നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 62,000 കോടിയുടെ വികസന കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി ഫണ്ടിൽ പിണറായി പഞ്ചായത്തിലെ ഉമ്മൻചിറ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2017 ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തിന് വേണ്ടി പുഴകളെ തന്നെ റിസർവുകളായി മാറ്റാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ 30 റെഗുലേറ്റർ കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്നാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിൻ അഗസ്റ്റിൻ അധ്യക്ഷനായി. സ്പീക്കർ AM ഷംഷീർ മുഖ്യ അതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, KIICC CEO S തിലക്, പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, ഇരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ, ഇരഞ്ഞോളി പഞ്ചായത്ത് അംഗം KK ഷക്കീൽ, പിണറായി പഞ്ചായത്ത് അംഗം P ജസ്ന, ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർ ബിനോയ് ടോമി ജോർജ്, രാഷ്ട്രീയകക്ഷി നേതാക്കളായ K ശശിധരൻ, CN ചന്ദ്രൻ, VA നാരായണൻ, ജോയ് കുന്നക്കൽ, KK ജയപ്രകാശ്, RK ഗിരിധർ, NP താഹിർ എന്നിവർ സംസാരിച്ചു.
ഹൈസ്കൂൾ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ പരിശീലനം നൽകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കാനും സാമൂഹ്യ മാധ്യമ സാക്ഷരത, സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്തുന്നതുമായി സംസ്ഥാനത്തെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ ഏകദിന പരിശീലനം നൽകുന്നു. പരിശീലനത്തിന്റെ ഒന്നാം ഘട്ടം കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ശിശു സദനിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. പരിശീലനത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ, മാനസികാരോഗ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ വിദഗ്ധർ കൈകാര്യം ചെയ്യും. കൗമാരക്കായ കുട്ടികളുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെ തിരിച്ചറിയാനും പരിഹാരം നിർദ്ദേശിക്കാനും അധ്യാപകർക്ക് കഴിയണം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് കൊണ്ടുവരേണ്ടത്. പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ ഇവരുടെ സ്കൂളിലെ അധ്യാപകരിലേക്കും 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളിലേക്കും ബോധവൽക്കരണം എത്തിക്കുകയാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.